എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പഴയ ജീൻസിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുന്നലൊന്നും അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ജീൻസ് എടുത്തിട്ട് അതായത് പോലെ അതിൻ്റെ ആ ഒരു കാല് പെൻസിലിൻ്റെ അളവിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ സൈഡിനെ ഒന്ന് പുറത്താക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജീൻസിൻ്റെ ആ താഴത്തെ പോർഷൻ ഇല്ലേ, ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു പോർഷൻ, അവിടെ നമ്മളൊരു ഗ്ലൂ ഇട്ടിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ്. കൂടുതൽ നമ്മൾ പണിയൊന്നും ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ല. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ സ്റ്റിക്കായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മേലത്തെ ഭാഗത്ത് ഒരു ജോയിൻറ്റ് സ്റ്റിച്ച് വരുന്ന അവിടുന്ന് നമ്മൾ കുറച്ചൊരു കട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്ററോളം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കണ്ട, കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. കട്ട് കൊടുക്കുന്ന മടക്കി ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതായത് പോലെ ഈ ഒരു എഡ്ജിൽ മാത്രം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുക. അതായത് നമുക്ക് അവിടെ ഒരു സ്ട്രിങ് പാസ് ചെയ്യാനുള്ളൊരു വഴി ഉണ്ടാവണം. ഓക്കെ, ഒരു റോള് പോലെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ പൗച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൂടുതൽ പണിയൊന്നും എടുക്കാത്ത രീതിയിലുള്ള ഒരു പൗച്ചാണ്. ഇപ്പം നമ്മൾ ഇനി ഇത് നല്ല സൈഡ് പുറത്തേക്കാക്കി എടുക്കുക. ഇനി നമ്മൾ ആ മുകളിലൊരു സ്ട്രിങ് ഇടാനൊരു സ്പേസ് ഇട്ടില്ലേ, അവിടെ നമുക്ക് വേണമെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ബാക്കിൽ ബെൽറ്റ് ഉണ്ടാവില്ലേ, നമ്മൾ ഡ്രസ്സ് ഫ്രോക്കിനൊക്കെ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലത്തെ ഒരു പീസാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ആ സ്ട്രിങ്ങിനെ ഇതുപോലെ ഒന്ന് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു റോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഈ സ്ട്രിങ് നമ്മൾ ടൈറ്റ് ആക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ക്ലോസ് ആവും. അതുപോലെ ഇത് സ്ട്രിങ് ലൂസാക്കുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പെൻസിലും അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീതിക്കനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ പണി എടുക്കാതെ ഉള്ള സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോൺ സ്റ്റിക്കേഴ്സോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. എനിക്കിത് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായ ഒരു വീഡിയോ ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പൗച്ച് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.